വെൽക്കം ടു മൈ ചാനൽ സോബോട്ട് ബയോ കോച്ചിങ്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന് വേണ്ടി തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹായ് സ്റ്റുഡൻസ്, ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് തൊട്ട് മുന്നുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചാപ്റ്ററാണ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അത് +1 ബയോളജി ബോട്ടണിയിലെ ഒരു ചാപ്റ്ററാണ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ആ ചാപ്റ്ററിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്, അതിൻ്റെ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്. സോ ഗോ ടു ദ ടോപ്പിക്, ദാറ്റ് ഈസ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ദി ഫ്ലവർ. അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്. അപ്പോൾ ബേസിക് സ്ട്രക്ചർ ഓഫ് ദി ഫ്ലവർ, എവ്രി വൺ നോ വിച്ച് ആർ ദ പാർട്സ് ഓഫ് ദി ഫ്ലവർ ആൻഡ് വാട്ട് ഈസ് ദ സ്ട്രക്ചർ എന്നൊക്കെ. ബട്ട് നമ്മളിവിടെ പഠിക്കുന്നത് എന്താണ്, the biological അല്ലെങ്കിൽ botanical terms of and each and every final details of the flower ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. സോ നോക്കാം, there are mainly 4 words for a particular flower, that is 2 accessory organs and 2 reproductive organs. 2 accessory organ എന്ന് പറയുന്നത് കാലിക്സ് ആൻഡ് കൊറോള. അതായത് ഒരു ഫ്ലവറിൻ്റെ ബ്രോഡ് ആൻഡ് അട്രാക്റ്റീവ് ആൻഡ് കളർഫുൾ ബ്രൈറ്റ് ആയിട്ടുള്ള ആ പോർഷൻ ഇസ് കോൾഡ് കൊറോള. അതിൻ്റെ ഒരു സിംഗിൾ യൂണിറ്റിന് പറയുന്ന പേരാണ് പെറ്റൽസ്. ഒരു സിംഗിൾ യൂണിറ്റിന് പറയുന്ന പേരാണ് പെറ്റൽസ്. ഈ പെറ്റൽസിന് എന്തുകൊണ്ട് ഇങ്ങനെ ബ്രൈറ്റ് കളർ ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ദി അട്രാക്റ്റിംഗ് ഇൻസെക്റ്റ് ടു ദാറ്റ് ഫ്ലവർ. ഇനി അതിൻ്റെ ഒരു സിംഗിൾ യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് പെറ്റൽസ്. ഫോർ എക്സാമ്പിൾ, ഇതൊരു ഫ്ലവറാണ്. ദിസ് ഇസ് ഹിബിസ്കസ് റോസ സൈനൻസിസ് മാൽവേസിയ ഫാമിലിയിൽ വരുന്ന ഒരു മെമ്പർ. ഇതിൻ്റെ ഫ്ലവർ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ കൊറോള വളരെ അട്രാക്റ്റീവാണ്. 5 നമ്പേഴ്സിന് 1 2 3 4 5 എണ്ണമുണ്ട്. ദെൻ അതുകൂടാതെ ഇതിൻ്റെ ഒരു സിംഗിൾ യൂണിറ്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണുന്നുണ്ട്, ഈ 5 എണ്ണം. ദാറ്റ് ഈസ് കാൾഡ് പെറ്റൽസ്. ഇനി അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഗ്രീനിഷ് പാർട്ടിന് പറയുന്ന പേരാണ് കാലിക്സ്. അതിൻ്റെ സിംഗിൾ യൂണിറ്റിന് പറയുന്ന പേരാണ് സെപ്പൽസ്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്ലവർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ആയിട്ടൊരു കുറച്ചൊരു സ്വല്ലനായിട്ടൊരു റീജിയനാണ്, ദാറ്റ് ഈസ് കോൾഡ് തലാമസ്. ഇനി ഇത് ഇവിടുന്ന് ഈ സ്റ്റെമ്മിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അതായത് ഈ ഫ്ലവർ സ്റ്റെമ്മിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ദാറ്റ് ദിസ് ഇലോങ്ങേറ്റഡ് സ്റ്റോക്ക് ഈസ് കോൾഡ് പെഡിസൽ. എന്താ പറയുക, പെഡിസൽ. അപ്പോൾ സ്റ്റോക്ക് ഓഫ് ദി ഫ്ലവർ ഈസ് കോൾഡ് പെഡിസൽ ആൻഡ് ഇറ്റ് എൻഡ്സ് ഓഫ് ദി പെഡിസൽ ഈസ് എ സ്വല്ലൻ സ്ട്രക്ചർ ദാറ്റ് ഈസ് കോൾഡ് തലാമസ് ഓർ റിസെപ്റ്റക്കിൾ. പിന്നെ അതിൻ്റെ ഗ്രീനിഷ് ആയിട്ടുള്ള പാർട്ടാണ് കാലിക്സ്. കാലിക്സിൻ്റെ സിംഗിൾ യൂണിറ്റ് ഈസ് കാൾഡ് സെപ്പൽസ്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേക ഓർത്ത് വെക്കാനുള്ളൊരു ട്രിക്ക് എന്താണെന്നറിയോ, ഇപ്പോൾ നമ്മൾ പല കുട്ടികൾക്കും മാറിപ്പോവാറുണ്ട്. സിംഗിൾ യൂണിറ്റ് ഓഫ് കൊറോള പെറ്റലാണ്, അതുപോലെ സിംഗിൾ യൂണിറ്റ് ഓഫ് കാലിക്സ് സെപ്പലാണ്. ഇത് അങ്ങോട്ട് പെറ്റലും സെപ്പലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട് പല കുട്ടികൾക്കും. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്താണെന്നറിയോ, നമ്മൾ കാല് ഓർക്കുക. കാല് എന്ന് പറയുന്നത് താഴെയുള്ള ഭാഗമല്ലേ, അപ്പോൾ കാലിൽ നമ്മൾ അണിയുന്നത് എന്താ, ചപ്പലല്ലേ. സോ കാലിക്സിൻ്റെ സിംഗിൾ യൂണിറ്റ് നമുക്ക് എന്ത് വിളിക്കാം, സെപ്പൽസ് എന്ന് വിളിക്കാം. അപ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കും, കൊറോളയുടെ സിംഗിൾ യൂണിറ്റ് എന്ത് തന്നെയാണ്, പെറ്റലാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതൊന്ന് ഓർത്ത് വെക്കുന്നത്. ഇനി അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞു സ്റ്റോക്ക് ഓഫ് ദി ഫ്ലവർ ഈസ് കാൾഡ് പെഡിസൽ. മുന്നേ ഈ ചാപ്റ്ററിൽ ഈ പോർഷൻ എടുത്ത സമയത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ, സ്റ്റോക്ക് ഓഫ് ദി ലീഫ് ഈസ് കാൾഡ് പീറ്റിയോള്, സ്റ്റോക്ക് ഓഫ് ദി ഫ്ലവർ ഈസ് കാൾഡ് പെഡിസൽ. അങ്ങനെയെങ്കിൽ സ്റ്റോക്ക് ഓഫ് ദി ഇൻഫ്ലോറസൻസ് ഈസ് കാൾഡ് പെഡങ്കിൾ. അപ്പോൾ ലീഫിൻ്റെ സ്റ്റോക്ക് പീറ്റിയോള്, ഫ്ലവറിൻ്റെ സ്റ്റോക്ക് പെഡിസൽ, ഇൻഫ്ലോറസൻസിൻ്റെ സ്റ്റോക്ക് പെഡങ്കിൾ. ഓക്കെ. ഇനി ഈ ഫ്ലവറിലുള്ളതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്. അതായത് ഇൻ ദിസ് കേസ് ദിസ് ഈസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ഈ യെല്ലോ കളറിൽ വൈബ്രൻ്റ് ആയിട്ട് ഒരു ഫൈബേഴ്സ് പോലെ കാണുന്നതാണ് എന്ത്, ആൻഡ്രീഷ്യം. അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്, ആൻഡ്രീഷ്യം. ദെൻ ഇതിനകത്താണ് ആക്ച്വലി ഇതിൻ്റെ ഗൈനീഷ് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു പോർഷൻ മാത്രം മുകളിലോട്ട് കാണുന്നേ ഉള്ളൂ, ദിസ് പോർഷൻ. അപ്പോൾ അതിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് ഗൈനീഷ്യം. അതിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി നെക്സ്റ്റ് ഇതിൻ്റെ കണ്ടിന്യൂഷനിൽ പറയും. നെക്സ്റ്റ് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു ടേമാണ് പെരിയാന്ത്. അതായത് ഈ ഫ്ലവറിൽ നമുക്ക് കാലിക്സ് വേറെ കൊറോള വേറെ ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ പറ്റുന്നില്ലേ, പക്ഷേ ചില കേസസിൽ ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിങ്ഷ് ഇൻ ടു സെപ്പറേറ്റ് കാലിക്സ് ആൻഡ് കൊറോള. അതെങ്ങനെയായിരിക്കും എന്നറിയോ, ദിസ് ഇസ് എ സിംഗിൾ സ്ട്രക്ചർ. അതിന് പറയുന്ന പേരാണ് പെരിയാന്ത്. ഒരു 1 മാർക്കൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് പെരിയാന്ത് എന്ന് പറയുന്നത്. അതായത് കാലിക്സ് ആൻഡ് കൊറോള ആർ ഇൻഡിസ്റ്റിങ്ക്റ്റ്, കാലിക്സ് ആൻഡ് കൊറോള ആർ ഇൻഡിസ്റ്റിങ്ക്റ്റ്. ദെൻ
അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ലില്ലി ആൻഡ് ഗ്ലോറിയോസ. ലില്ലിയേസിയ ഫാമിലിയിൽ വരുന്ന മെമ്പേഴ്സിനൊക്കെ അധികവും അങ്ങനത്തെ ക്യാരക്ടറാണ് കാണിക്കുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഒരു ലാസ്റ്റ് പോർഷനിൽ 3 ഫാമിലീസ് പഠിക്കാണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു ചെറ്റ ചാർട്ടായിട്ട് അത് പഠിക്കാൻ ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. കാരണം 3 ഫാമിലീൻ്റെ ഒരുപോലെയുള്ള ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം, ഒരൊറ്റ ചാർട്ടായിട്ട് 3 ഫാമിലി ഒരുമിച്ച് പഠിക്കാം. അത് ഞാനൊരു വീഡിയോ ചെയ്യാം. ദെൻ അടുത്തത് ബൈസെക്ഷൽ ആൻഡ് യൂണിസെക്ഷൽ എന്ന് പറയുന്ന 2 ടേം. ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവറിൽ തന്നെ എന്തുണ്ടാവുക, മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അതായത് ദിസ് ഈസ് എ ബൈസെക്ഷൽ ഫ്ലവർ. കാരണം ഇതിനകത്ത് ആൻഡ്രീഷ്യം ഉണ്ട്, ഗൈനീഷ്യം ഉണ്ട്. മെയിലും ഫീമെയിലും റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഈ ഫ്ലവറിൽ തന്നെ ഉണ്ട്. ദാറ്റ് ഈസ് കാൾഡ് ബൈസെക്ഷൽ. ഇനി ഇതിൽ ചില കേസസിൽ ഇപ്പോൾ പംകിൻ്റെ ഒക്കെ ഫ്ലവർ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂണിസെക്ഷൽ. അതായത് ഒരു ഫ്ലവറിൽ മെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, അതേ പ്ലാന്റിൽ തന്നെ വേറെ ഫ്ലവറിൽ ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അപ്പോൾ ഒരു ഫ്ലവർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എയ്തർ ആൻഡ്രീഷ്യം ഓർ ഗൈനീഷ്യം. ഫ്ലവർ ഹാവിങ് എയ്തർ ആൻഡ്രീഷ്യം ഓർ ഗൈനീഷ്യം ഈസ് കോൾഡ് യൂണിസെക്ഷൽ. ഓക്കെ. ദെൻ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് വാട്ട് ഈസ് ദ സിമെട്രി ഓഫ് എ ഫ്ലവർ. വാട്ട് ഈസ് ദ സിമെട്രി ഓഫ് എ ഫ്ലവർ എന്നുള്ളതാണ് നെക്സ്റ്റ് പഠിക്കുന്നത്. സിമെട്രി എന്ന് വെച്ചാൽ അതിൻ്റെ ഷേപ്പ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഷേപ്പ് നമ്മൾ പറയുന്നത് അതിന് കട്ട് ചെയ്യുന്ന മെത്തേഡ് നോക്കിയിട്ടാണ്. ഒരെണ്ണമാണ് ആക്ടിനോമോർഫിക്, സെക്കൻഡ് സൈഗോമോർഫിക്, തേർഡ് വൺ ഈസ് അസിമെട്രിക്. ആക്ടിനോമോർഫിക് എന്ന് വെച്ചാൽ റേഡിയൽ സിമെട്രി. അതായത് ഏത് റേഡിയൽ പ്ലെയിനിലൂടെ കട്ട് ചെയ്താലും നമുക്ക് ഈക്വൽ ഹാവ്സ് കിട്ടും. റേഡിയൽ പ്ലെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഏത് റേഡിയൽ പ്ലെയിനിൽ നമ്മൾ ഈ ഫ്ലവറിനെ ഇങ്ങനെ പിടിച്ച് കട്ട് ചെയ്താലും നമുക്ക് 2 പീസസ് ആണല്ലോ കിട്ടുക. ആ രണ്ടും എല്ലാം ഒരുപോലെ ഇരിക്കണം, യുണീക്കായിരിക്കണം. സെയിം സ്ട്രക്ചർ, ഒരു വേരിയേഷനും ഉണ്ടാവാൻ പാടില്ല. ഇപ്പുറം എത്ര പെറ്റലുണ്ടോ അത്രയും പെറ്റൽ അപ്പുറത്ത് ഉണ്ടാവാൻ പാടില്ല. ഇപ്പുറത്ത് ഗൈനീഷ്യത്തിൻ്റെ എത്ര ഭാഗങ്ങളുണ്ടോ അതേ ഭാഗം തന്നെയാണ് അപ്പുറത്തും ഉണ്ടാവുക. അങ്ങനത്തെ സ്ട്രക്ചേഴ്സ്, അങ്ങനത്തെ ടൈപ്പ് ഫ്ലവേഴ്സിന് പറയുന്ന പേരാണ് ആക്ടിനോമോർഫിക് അല്ലെങ്കിൽ റേഡിയൽ സിമെട്രി. അപ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം, നമ്മുടെ സ്വന്തം ലാംഗ്വേജിൽ ഡിഫൈൻ ചെയ്താൽ മതി. ഫ്ലവർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 ഈക്വൽ ഹാവ്സ്. ഫ്ലവർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ 2 ഈക്വൽ ഹാവ്സ് ഇൻ എനി റേഡിയൽ പ്ലെയിൻ പാസിംഗ് ത്രൂ ദി സെൻറ്റർ. ഇൻ എനി റേഡിയൽ പ്ലെയിൻ പാസിംഗ് ത്രൂ ദി സെൻറ്റർ. ഓക്കെ. എക്സാമ്പിൾ മസ്റ്റാർഡ്, ഡെറ്റൂറ, ചില്ലി. ഇതാണ് ഇതിന് എക്സാമ്പിൾസ്. മസ്റ്റാർഡ്, ഡെറ്റൂറ, ചില്ലി. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള ടോപ്പിക്ക് അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള സൈഗോമോർഫിക് ആണ്. അപ്പോൾ സൈഗോമോർഫിക് എന്ന് വെച്ചാൽ ഒരു ചെറിയ വ്യത്യാസം. നേരത്തെ നമ്മൾ പറഞ്ഞു ഏത് റേഡിയൽ പ്ലെയിനിൽ കട്ട് ചെയ്താലും 2 ആയിട്ട് കിട്ടുമെന്നല്ല പറഞ്ഞു. ഇത് ഏതെങ്കിലും ഒരു പ്ലെയിനിൽ കട്ട് ചെയ്താൽ നമുക്ക് റേഡിയൽ പ്ലെയിൻ ഒന്നുമില്ല, ഏതെങ്കിലും ഒരു വെർട്ടിക്കൽ പ്ലെയിനിൽ കട്ട് ചെയ്താൽ ദ ഫ്ലവേഴ്സ് ഡിവൈഡഡ് ഇൻ ടു 2 ഈക്വൽ ഹൗസ്. ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്താൽ ജസ്റ്റ് ഇത് 2 ആയി നിൽക്കും. വേറെ എങ്ങനെ കട്ട് ചെയ്താലും ഒരുപോലത്തെ ഹൗസ് കിട്ടൂല. അതാണ് ഒറ്റ പ്ലെയിനെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ, 2 പീസ് ഒരുപോലെ. സോ ദാറ്റ് ഈസ് കാൾഡ് ബൈലാറ്ററൽ. എന്താ പറയുക, ബൈലാറ്ററൽ സിമെട്രി. ഓർത്ത് വെക്കണം, സൈഗോമോർഫിക്, ബൈലാറ്ററൽ, ആക്ടിനോമോർഫിക്, റേഡിയൽ. ഓക്കെ. ദെൻ ഫ്ലവേഴ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 സിമിലർ ഹാവ്സ് ഓൺലി ഇൻ 1 വെർട്ടിക്കൽ പ്ലെയിൻ. ദാറ്റ് ഈസ് കോൾഡ് സൈഗോമോർഫിക്. അതിന് എക്സാമ്പിൾ പീ, ഗുൽമോഹർ, ബീൻ, കാഷ്യ. എന്തുകൊണ്ടാണെന്നറിയോ ഇങ്ങനത്തെ ഒരു സിമെട്രി വരുന്നത്? ഈ ഫ്ലവറിൻ്റെ പെറ്റലുകൾ പല ഷേപ്പായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ പെറ്റലും ഒരുപോലെ ഒന്നുമല്ല, കാരണം ഇതിൻ്റെ മാർജിനൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിമെട്രി കാണിക്കുന്നത്. ഇത്തരത്തിൽ ആക്ടിനോമോർഫിക് ആയിട്ടുള്ള ഫ്ലവർ ആണെങ്കിൽ നല്ല യൂണിഫോം ആയിട്ടുള്ള പെറ്റൽസ് ആയിരിക്കും അധികം ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു എവിടെ കട്ട് ചെയ്ത് എങ്ങനെ കട്ട് ചെയ്താലും നമുക്ക് ഈക്വൽ പ്ലെയിൻ കിട്ടുന്നത്, ഈക്വൽ ഹൗസ് കിട്ടുന്നത്. ഇവിടെ എക്സാമ്പിൾ പീ, ഗുൽമോഹർ, ബീന്, കാഷ്യ. ഇതിൻ്റെയൊക്കെ പെറ്റൽസ് 5 പെറ്റലുണ്ടെങ്കിൽ 5ഉം ഡിഫറെൻ്റ് ആണ് ഈ ഒരു പ്ലാന്റിന്. അതുകൊണ്ട് ദേ ഷോസ് സൈഗോമോർഫിക്. ദെൻ എങ്ങനെ കട്ട് ചെയ്താലും നമുക്ക് ഒരു ഈക്വൽ ഹൗസ് കിട്ടാത്ത ടൈപ്പിന് പറയുന്ന പേരാണ് അസിമെട്രിക്, ഇറഗുലർ. അസിമെട്രിക് ഓർ ഇറഗുലർ. ഇത് എക്സാമിന് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷമല്ല, അതിൻ്റെ മുന്നത്തെ വർഷമാണെന്നാണ് എൻ്റെ ഒരു ഊഹം. അന്ന് ചോദിച്ചിട്ടുള്ള മാച്ച് ദ ഫോളോയിങ്, വാട്ട് ഈസ് ദ എക്സാമ്പിൾ ഫോർ ആൻ അസിമെട്രിക് ഫ്ലവർ. മാച്ച് ദ ഫോളോയിങ്ങിലായിരുന്നു. അപ്പോൾ ഓർത്ത് വെക്കുക, ഒരൊറ്റ എക്സാമ്പിൾ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് കാന. കാന എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. അത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ വീടുകളിലൊക്കെ പലരുടെയും വീടുകളിൽ ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ് കാന എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അടുത്ത 3 ടേംസ് നോക്കാം. ട്രൈമീറസ്, ടെട്രാമീറസ്, പെൻഡാമീറസ്. ട്രൈമീറസ് എന്ന് പറഞ്ഞാൽ ഫ്ലോറൽ അപ്പൻഡേജസ് ആർ മൾട്ടിപ്പിൾ ഓഫ് 3. അതായത് മൾട്ടിപ്പിൾ ഓഫ് 3 ഫ്ലോറൽ അപ്പൻഡേജസ് ആവുന്നതാണ്. ഇവിടെ ഫ്ലോറൽ അപ്പൻഡേജസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. ഈ 4 സംഭവങ്ങളും ഈ 4 ഭാഗങ്ങളും ഒന്നുകിൽ 3 എണ്ണം അല്ലെങ്കിൽ 6 എണ്ണം അല്ലെങ്കിൽ 9 എണ്ണം അങ്ങനെ വന്നാൽ ദാറ്റ് ഈസ് കോൾഡ് ട്രൈമീറസ്.
ഇപ്പോൾ ഇവിടെ നോക്കുക, ഇത് ഹിബിസ്കസ് അല്ലേ, ഹിബിസ്കസിൽ 1 2 3 4 5 അല്ലേ, അപ്പോൾ 5 എണ്ണമാണ്. അതുപോലെ ഇവിടെ കാലിക്സും എണ്ണി നോക്കിയാൽ 5 എണ്ണം ഉണ്ടാവും. ഇവിടുത്തെ ഈ ഗൈനീഷ്യത്തിൻ്റെ സ്റ്റിഗ്മ നോക്കിക്കഴിഞ്ഞാലും 5 എണ്ണം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിനെ നമുക്ക് ട്രൈമീറസ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല, 5 എണ്ണം അല്ലേ ഇതിൻ്റെ അപ്പൻഡേജസ്. സോ ദിറ്റ് ഈസ് കാൾഡ് പെൻഡാമീറസ്. അപ്പോൾ സെയിം സംഭവം 4 എണ്ണം 4 എണ്ണം 4 8 അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് ടെട്രാമീറസ്. Simply, what is trimerous? Floral appendages are multiple of 3, and tetramerous means floral appendages are multiple of 4, and pentamerous means floral appendages are multiple of 5. That is the 3 terms. Then അടുത്തൊരു ടേമാണ് ബ്രാക്റ്റിയേറ്റ്. ബ്രാക്റ്റിയേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലവറിൻ്റെ കേസിൽ പറഞ്ഞു ബ്രാക്റ്റുകൾ, ഫ്ലവറിന് കാലിക്സും കൊറോളയൊക്കെ ഉണ്ട്. അത് കൂടാതെ ഒരു ലീഫ് ലൈക്ക് ഒരു റെഡ്യൂസ്ഡ് ലീഫ് ഫൗണ്ട് അറ്റ് ദി ബേസ് ഈസ് കാൾഡ് ബ്രാക്റ്റ്. റെഡ്യൂസ്ഡ് ലീഫ് ഫൗണ്ട് അറ്റ് ദി ബേസ്, അതായത് ഫ്ലവറിൻ്റെ ബേസിൽ. ഫ്ലവറിൻ്റെ സ്റ്റോക്കിന് എന്താ പറയുക? മറിച്ച് നോക്കാതെ നമ്മൾ റിവൈൻഡ് ചെയ്ത് നോക്കാതെ ഒന്ന് ഓർത്ത് പറഞ്ഞേ, ഫ്ലവറിൻ്റെ സ്റ്റോക്ക് എന്തായിരുന്നു? പെഡിസൽ. ഫ്ലവറിൻ്റെ സ്റ്റോക്ക് ഇസ് കാൾഡ് പെഡിസൽ. അപ്പോൾ പെഡിസലിൻ്റെ ബേസിൽ, അപ്പോൾ ഇതാണല്ലോ സ്റ്റെമ്മ്, ഇതിനാണല്ലോ ഫ്ലവർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ ഒരു റെഡ്യൂസ്ഡ് ലീഫ് ഉണ്ടാവും. അതിന് പറയുന്ന പേരാണ് ബ്രാക്റ്റ്. അപ്പോൾ ബ്രാക്റ്റ് ഉള്ളതിനെ നമുക്ക് എന്ത് വിളിക്കാം? ബ്രാക്റ്റിയേറ്റ് ഫ്ലവർ എന്ന് വിളിക്കാം. ബ്രാക്റ്റ് ഇല്ലാത്തതിനെ ബ്രാക്റ്റിയേറ്റ് ഫ്ലവർ എന്ന് വിളിക്കാം. നമ്മൾ നേരത്തെ ലീഫിൻ്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. ബേസ് ഓഫ് ദി ലീഫ് അല്ലെങ്കിൽ ലീഫിൻ്റെ സ്റ്റോക്കിൻ്റെ പേരായിരുന്നു പീറ്റിയോൾ. പീറ്റിയോളിൻ്റെ ബേസിൽ ഇതുപോലെ റെഡ്യൂസ്ഡ് ലീഫ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു? സ്റ്റിപ്യൂൾസ്. അപ്പോൾ സ്റ്റിപ്യൂളും ബ്രാക്റ്റും ഒരേ സംഭവങ്ങൾ ഒരേപോലെയാണ്, പക്ഷേ ഒന്ന് ലീഫിൻ്റെ ബേസിലും ഒന്ന് ഫ്ലവറിൻ്റെ ബേസിലുമാണ്. മാറിപ്പോകാതിരിക്കുക, ഇതുപോലെ നോട്ട് എഴുതിയെടുക്കുക. ഇങ്ങനെ നോട്ട് നമ്മൾ സിമ്പിളായിട്ട് നോട്ടുകൾ എഴുതുമ്പോഴാണ് നമുക്ക് കുറച്ചൊരു ഇതിൽ നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് തോന്നുള്ളൂ. മറ്റേത് ആരോ എഴുതി വെച്ച ഏതോ നല്ലൊരു ഒരു പ്രൊഫസറോ അങ്ങനെയൊക്കെ അവരൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള നോട്ടുകളാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമുക്കതൊരു സെക്കൻഡ് തിങ് ആയിട്ട് പെട്ടെന്ന് നമ്മൾ ആവശ്യമുള്ളത് മാത്രം എടുത്ത് പഠിക്കുന്ന അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ വരും. നമ്മളായിട്ട് എഴുതിയെടുക്കുന്ന നോട്ടിൽ നമ്മളൊന്നും സ്കിപ്പ് ചെയ്യൂല, കാരണം നമ്മൾ എഴുതുന്നതാണ്. അപ്പോൾ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുള്ളൂ. അപ്പോൾ എപ്പോഴും നോട്ടുകൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. ഞാൻ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡ് അതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ്, അതായത് ഫ്ലവറിൻ്റെ ടൈപ്സ്, എന്തൊക്കെ തരത്തിലുള്ള ഫ്ലവർ ഉണ്ട് എന്നാണ് അടുത്തത്. അതൊന്നുമല്ല, അതിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ടാണ് ഈ ടൈപ്സ് ഓഫ് ഫ്ലവർ പറയുന്നത്, അല്ലാതെ അതിൻ്റെ വേറെ ക്യാരക്ടേഴ്സ് ഒന്നുമല്ല. അത് ഇരിക്കുന്നത് എങ്ങനെയാണ്, ഫ്ലോറൽ അപ്പൻഡേജസ് ഒരു ഫ്ലവറിൽ ഇരിക്കുന്നത് എങ്ങനെയാണോ അതിനെയാണ് നമ്മൾ ടൈപ്സ് ഓഫ് ഫ്ലവറിൽ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഹൈപ്പോഗൈനസ്, സെക്കൻഡ് വൺ ഈസ് പെരിഗൈനസ്, തേർഡ് വൺ ഈസ് എപ്പിഗൈനസ്, HPE. ഹൈപ്പോഗൈനസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഫ്ലവറിൻ്റെ തെലാമസ് ഇവിടെ അല്ലേ, ഈ തെലാമസിൻ്റെ ഈ ഫ്ലവറിൻ്റെ തെലാമസ് ഇവിടെ, ഈ തെലാമസിൻ്റെ മുകളിലാണ് ഇതിൻ്റെ കാലിക്സ് വന്നിട്ടുള്ളത്, കൊറോള വന്നിട്ടുള്ളത്. ഈ തെലാമസിൻ്റെ മുകളിൽ നിന്നാണ്, അതങ്ങനെ തന്നെയാണ് വരിക. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിൽ അതായത് നമ്മൾ ഇതിനങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നോക്കുക, ഇതിനുള്ളിൽ ഗൈനീഷ്യം ഇരിക്കുന്നതിൻ്റെ പൊസിഷനാണ് നമ്മളിവിടെ നോക്കേണ്ടത്. ടൈപ്സ് ഓഫ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് ഗൈനീഷ്യം. എന്താണ്? ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് ഗൈനീഷ്യം. അപ്പോൾ ഇവിടെ ഗൈനീഷ്യം ഇരിക്കുന്നതിൻ്റെ പൊസിഷൻ നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇവിടെ ക്ലിയർ ആയാലോ? ഇനി ഞാൻ പറയുമ്പോൾ ഈ സംഭവം വെച്ചിട്ടാണ് ഞാനീ പറയുക. അതായത് ഗൈനീഷ്യത്തിൻ്റെ താഴെ നിന്നാണ് ഇവിടുത്തെ ഈ സ്ട്രക്ചറിൽ ഇത് ഗൈനീഷ്യം, ഇതിൻ്റെ താഴെ നിന്നാണ് എന്തറൈസ് ചെയ്യുന്നത്? സ്റ്റെയ്മൻ അറൈസ് ചെയ്യുന്നത്. ഇതിൻ്റെ താഴെ നിന്ന് തന്നെയാണ് എന്തറൈസ് ചെയ്യുന്നത്? കൊറോള, അതായത് പെറ്റൽ. അതും പിന്നെ അടുത്തതാണ് കാലിക്സ്. ഇത് മൂന്നും അറൈസ് ചെയ്യുന്നത് ബിലോ ദി ഗൈനീഷ്യമാണ്, അതായത് ഗൈനീഷ്യത്തിൻ്റെ താഴെന്ന്. ഗൈനീഷ്യത്തിൻ്റെ താഴെ എല്ലാവരും താഴെ നിന്ന് വരുമ്പോൾ ഗൈനീഷ്യം എപ്പോഴും എവിടെയാണ്? മുകളിൽ സുപ്പീരിയർ ആയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ എങ്ങനെയാണ്? സുപ്പീരിയർ, അതായത് ടോപ്പ് മോസ്റ്റ് പൊസിഷനിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവരെ ഈ ഗൈനീഷ്യത്തിൻ്റെ ഈ ഭാഗമാണല്ലോ ഓവറി, ഈ വീർത്തിരിക്കുന്ന ഭാഗം. അപ്പോൾ ഇവിടെ നമ്മൾ മുകളിലിരിക്കുന്ന ആളായതുകൊണ്ട് നമ്മൾ അതിനെ സുപ്പീരിയർ എന്ന് വിളിക്കും. അപ്പോൾ സുപ്പീരിയർ ഓവറി, ദിസ് ഈസ് കോൾഡ് സുപ്പീരിയർ ഓവറി. ഓക്കെ, ഇവിടെ എന്താണ്? ഗൈനീഷ്യം ഒക്യുപ്പൈസ് ദ ഹയസ്റ്റ് പൊസിഷൻ, അതർ പാർട്സ് ആർ ബിലോ ഇറ്റ്. അതായത് ഹയസ്റ്റ് പൊസിഷനിലാണ് ഗൈനീഷ്യം ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളത്, അതർ പാർട്സൊക്കെ അതിൻ്റെ താഴെ. അതുകൊണ്ട് നമ്മൾ ഈ ഓവറി എന്ത് വിളിക്കും? സുപ്പീരിയർ ഓവറി. എക്സാമ്പിൾ മസ്റ്റാർഡ്, ചൈന റോസ്, ബ്രിഞ്ചാൾ. ചൈന റോസ് ഏതാണ്?
നമ്മൾ ഹിബിസ്കസ് ഓർക്കുക. ദെൻ ബ്രിഞ്ചാൾ, മസ്റ്റാർഡ്, ഇത് മൂന്നാണ് എക്സാമ്പിൾ. ഈ പിക്ചർ മൈൻഡിലുണ്ടാവുന്ന സൂപ്പർ ഓവറി എന്ന് പറയുമ്പോൾ നമ്മൾ സൂപ്പർ എപ്പോഴും മുന്നിൽ നിർത്തുക, മുകളിൽ വെക്കും നല്ലത് എപ്പോഴും. സോ ദാറ്റ് ഈസ് നോട്ട് നല്ലത്, സുപ്പീരിയർ. അപ്പോൾ ഇവിടെ സുപ്പീരിയർ ഓവറിയാണ് ഇവിടെ കാണിക്കുന്നത്. ദെൻ അപ്പോൾ ഇവിടുത്തെ കേസിൽ നോക്കൂ, ഇത് ഇവിടെ ഈ ഒരു ഓവറിൻ്റെ താഴെ നിന്നാണ് വന്നിട്ടുള്ളത്, പക്ഷെ അത് എറേസ് ചെയ്തിരിക്കുന്ന തെലാമസ് കുറച്ച് മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ രണ്ടിൻ്റെ ഗൈനീഷ്യത്തിൻ്റെ ഫുള്ളായിട്ട് മുകളിൽ നിന്നല്ല, എന്നാൽ ഗൈനീഷ്യത്തിൻ്റെ താഴത്തുനിന്നല്ല, രണ്ടിൻ്റെയും കൂടെ ഇടയിൽ നിന്നാണ് എറേസ് ചെയ്തിട്ടുള്ളത്, കാലിക്സും കൊറോളയും ആൻഡ്രീഷൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനെ എന്ത് വിളിക്കാൻ പറ്റില്ല, സുപ്പീരിയർ എന്ന് പറയാൻ പറ്റില്ല, കാരണം കംപ്ലീറ്റ്ലി സുപ്പീരിയർ അല്ലല്ലോ. കാരണം ഈ പെറ്റലൊക്കെ ഇവിടുന്നാണ് വരുന്നതെങ്കിൽ നമുക്ക് സുപ്പീരിയർ എന്ന് പറയും, ഇത് ഇവിടുന്നും അല്ല ഇവിടുന്നും അല്ല, അപ്പോൾ നമുക്കിതിനെ സുപ്പീരിയർ എന്ന് പറയാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് കാൾഡ് ഹാഫ് സുപ്പീരിയർ ഓർ ഹാഫ് ഇൻഫീരിയർ. എങ്ങനെ പറയാം, ഹാഫ് സുപ്പീരിയർ ഓർ ഹാഫ് ഇൻഫീരിയർ എന്ന് പറഞ്ഞൂടെ. ഗൈനീഷ്യം അറ്റ് ദി സെൻറ്റർ, അതർ പാർട്സ് ആർ ലൊക്കേറ്റഡ് ഓൺ ദി റിം ഓഫ് ദി തെലാമസ്. അതായത് തെലാമസ് ഇങ്ങനെ ഒരു കപ്പ് പോലെ നിൽക്കും, എന്നിട്ട് അതിൻ്റെ ആ റിമ്മിൽ നിന്ന് എന്ത് ചെയ്യുക, ബാക്കി ഭാഗങ്ങൾ എറൈസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, പെരിഗൈനസ്. ഗൈനീഷ്യം അറ്റ് ദി സെൻറ്റർ, അതർ പാർട്സ് ആർ ലൊക്കേറ്റഡ് ഓൺ ദി റിം ഓഫ് ദി തെലാമസ്. ഹാഫ് ഇൻഫീരിയർ ഓർ ഹാഫ് സുപ്പീരിയർ. എക്സാമ്പിൾ പ്ലം, റോസ്, പീച്ച്. അതിലിപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഫ്ലവറാണ് റോസ് ഫ്ലവർ എടുത്ത് നോക്കുക, നമുക്ക് തന്നെ കാണാൻ പറ്റും ഒരു തെലാമസ് കുറച്ചൊരു ബ്രോഡായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ആ ബ്രോഡ് തെലാമസിൻ്റെ മുകളിലായിട്ടാണ് ബാക്കി ഭാഗങ്ങളായിട്ടുള്ള കാലിക്സ്, കൊറോള. ഇവിടെ നമ്മൾ ഈ ഡെമോൺസ്ട്രേഷനിൽ കാണിച്ചിട്ടുള്ള ഇതെന്താണെന്നറിയോ, ഇത് കാലിക്സിലെ സെപ്പൽ. കാലിക്സ് എന്ന് പറയുമ്പോൾ കാലിലിടുന്ന ചപ്പൽ എന്ന് ഓർക്കുക. ഇത് കാലിക്സിലെ സെപ്പൽ, ഇത് നമ്മുടെ കൊറോളയിലെ പെറ്റൽ, ഇത് നമ്മുടെ സ്റ്റെയ്മൻ, അതായത് ആൻഡ്രീഷ്യത്തിലെ സ്റ്റെയ്മൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഗൈനീഷ്യം, ദാറ്റ് ഈസ് പെരിഗൈനസ്. നേരെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. ഗൈനീഷ്യം അറ്റ് ദി സെൻറ്റർ, ഗൈനീഷ്യം എവിടെയാണ്, സെൻറ്ററിൽ. ഗൈനീഷ്യം അറ്റ് ദി സെൻറ്റർ, അതർ പാർട്സ് ആർ ബിലോ ഇറ്റ്. അത്രയും മതി. ഇവിടെ ഗൈനീഷ്യം അറ്റ് ദി ഹയസ്റ്റ് പൊസിഷൻ ആൻഡ് അതർ പാർട്സ് ആർ ബിലോ ഇറ്റ്. ദെൻ അടുത്ത പാർട്സാണ്, അടുത്ത ടൈപ്പാണ് എന്ത്, പെരിഗൈനസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഹൈപ്പോഗൈനസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്, പെരിഗൈനസ്. പെരിഗൈനസ് മീൻസ് എപ്പിഗൈനസ് മീൻസ് ഗൈനീഷ്യം കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ തെലാമസ്. ഇവിടെ നേരത്തെ പിക്ചറിൽ ഇവിടെ താഴെ ആയിരുന്നു തെലാമസ്, ഈ ഷെയ്ഡ് ചെയ്ത റീജിയനാണ്. ഇതൊരു കപ്പ് പോലെയാണ് തെലാമസ്, ഒരു റിമ്മായിട്ട് നിൽക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ഷെയ്ഡ് ചെയ്യാത്ത ഈ ഭാഗം ഉണ്ടല്ലോ, ഈ പുറത്ത് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം, ഇതാണ് ഇവിടുത്തെ തെലാമസ്. ഇത് കംപ്ലീറ്റ് ആയിട്ടും എങ്ങനെ കവറായിട്ടുണ്ട് ഇതിനെ, ഈ ഓവറീനെ, ഈ ഗൈനീഷ്യത്തിൻ്റെ ഓവറീനെ കംപ്ലീറ്റ് കവർ ചെയ്തുകൊണ്ടാണ് ആര് നിൽക്കുന്നത്, തെലാമസ്. നോക്കുക ഇവിടെ കണ്ടോ, ഇത് ഈ ഷെയ്ഡ് ചെയ്യാത്ത റീജിയൻ നോക്കണേ, ഇതിൻ്റെ മുകളിൽ നിന്നാണ് വരുന്നത്. മുകളിൽ നിന്ന് വരുമ്പോൾ ഓവറി കംപ്ലീറ്റ് എവിടെയാണ്, ഇതിൻ്റെ താഴെയാണ്. സോ ഇതിനെ നമുക്ക് സൂപ്പറാക്കി നിർത്താൻ പറ്റുമോ, താഴെ നിൽക്കുന്നവരില്ല. ദാറ്റ് ഈസ് ഇൻഫീരിയർ ഓവറി. അപ്പോൾ ഇതും സിമ്പിൾ സെൻറ്റൻസ്. ഗൈനീഷ്യം completely inside the thalamus. Gynecium completely inside the thalamus and other parts are above it. ഇവിടെ gynecium occupies the highest position, other parts are below it. ഇവിടെ gynecium at the center, other parts are located at the rim of the thalamus. എളുപ്പമല്ലേ, ഓർത്ത് മാറിപ്പോകോ. ഹൈപ്പോ, നമ്മളിങ്ങനെ ഹൈപ്പോയും എപ്പിയും മാറാതിരിക്കാൻ ഹൈപ്പോ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും വലുതിനല്ലേ, ഹൈറ്റ് എന്നൊക്കെ ഓർക്കുക, വലുത് ഹൈപ്പോ, അങ്ങനെ ഹൈപ്പർ എന്നൊക്കെ ഓർക്കുക. അപ്പോൾ ഇത് കിട്ടും, മുകളിലാണ് ഗൈനീഷ്യത്തിൻ്റെ പൊസിഷൻ, ഇവിടെ എപ്പി താഴെ, പെരി എന്ന് പറയുന്നത് അതിൻ്റെ മിഡിലുള്ളത്. എപ്പിഗൈനസിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ഗോവ. നിങ്ങൾ വീട്ടിലൊക്കെ ഇപ്പോൾ ഗോവയുടെ സീസണാണ്, അപ്പോൾ ഒന്ന് എടുത്ത് നോക്കുക. പേരക്കയുടെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ്. പേരക്കേൻ്റെ ഫ്ലവർ അതായത് വൈറ്റ് ആണ്, നല്ല പാപ്പസ് ഹെയർസ് ആയിട്ടൊരു മോഡിഫിക്കേഷനൊക്കെ കൊറോള കാണിക്കുന്ന ടൈപ്പ് ഒരു ബ്യൂട്ടിഫുൾ ഫ്ലവറാണ് വൈറ്റ്. അത് പെട്ടെന്ന് കൊഴിഞ്ഞു പോകും കേട്ടോ, കാരണം അതിൻ്റെ പെറ്റൽസ് പെട്ടെന്ന് കൊഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് അത് ഫ്ലവർ ചെയ്യുന്ന സമയത്ത് തന്നെ നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എപ്പിഗൈനസ് ആയിട്ടുള്ള സ്ട്രക്ചർ കാണാൻ പറ്റും. പിന്നെ കുക്കുംബറിൽ നോക്കിയാലും പറ്റും. ദെൻ റേ ഫ്ലോററ്റ്സ് ഓഫ് സൺഫ്ലവർ. ഇത്രയാണ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ്, 3 ടൈപ്സ്, എക്സാമ്പിൾസ് ആൻഡ് എക്സ്പ്ലനേഷൻ. നെക്സ്റ്റ് നോക്കാനുള്ള ടോപ്പിക്ക് പാർട്സ് ഓഫ് ഫ്ലവർ. നമ്മൾ നേരത്തെ നോക്കിയില്ല, അതിൻ്റെ ചെറിയൊരു ഡീറ്റെയിലിംഗ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് വണ് എന്താ പറയുന്നത്, കാലിക്സ്. നമ്മൾ നേരത്തെ പഠിച്ചു. കാലിക്സിൻ്റെ സിമ്പിൾ യൂണിറ്റ് നമ്മൾ പറയുന്ന പേരായിരുന്നു, ബേസിക് യൂണിറ്റിന് പറയുന്ന പേരായിരുന്നു സെപ്പൽസ്. അപ്പോൾ അത് പറയുന്ന ഔട്ടർ മോസ്റ്റ് വേളാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഔട്ടറിൽ കാണുന്നത്, പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഏതാണ്, ഔട്ടറിൽ റെഡ് കളറായിട്ടുള്ള കൊറോളയാണ്. പക്ഷേ ഒരു ബഡ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഒരു ഫ്ലവർ ബഡ് എടുത്ത് നോക്കുക. ഈ ഫ്ലവർ ബഡായിരിക്കുന്ന സ്റ്റേജിൽ ഇതാണ് ഇപ്പോൾ കാലിക്സ്. ഇതിനെ കവർ ചെയ്തല്ലേ നിൽക്കുന്നത്.
പിന്നെ അത് ഫ്ലവർ വിരിയുന്ന സമയത്താണ് കൊറോള പുറത്തും കാലിക്സ് താഴെയായി പോകുന്നത്. അല്ലാത്ത കേസിൽ ഇത് എന്തുതന്നെയാണ്, ദിസ് ഈസ് ദ ഔട്ട്. അപ്പോൾ കാലിക്സ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് വേൾ. സിമ്പിൾ യൂണിറ്റ് ഈസ് കാൾഡ് സെപ്പൽ. ഗ്രീൻ ലീഫ് ലൈക്ക് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ഫ്ലവർ ഇൻ ബഡ് സ്റ്റേജ് ആണല്ലോ. ബഡ് സ്റ്റേജിൽ ഫ്ലവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഗ്രീനാണ്, ലീഫ് പോലത്തെ ഒരു അപ്പിയറൻസ് ആണ്. ദെൻ കൊറോള ആകുമ്പോൾ സിംഗിൾ യൂണിറ്റ് ഓഫ് പെറ്റൽ. സിംഗിൾ യൂണിറ്റ് ഈസ് കാൾഡ് കൊറോളയുടെ പെറ്റലാണ്, ബ്രൈറ്റ് കളേർഡ് ആണ്, അട്രാക്ട് ഇൻസെക്റ്റ്. ദെൻ ഈ കാലിക്സ് തന്നെ, കാലിക്സിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ ഈ ഹിബിസ്കസിൻ്റെ കേസിൽ ഇവിടെ കാലിക്സിൻ്റെ സ്ട്രക്ചർ നോക്കുക. ഈ കാലിക്സ് ഫ്യൂസ്ഡ് അല്ലേ? അപ്പോൾ നമ്മൾ കാലിക്സ് ഫ്യൂസ്ഡും ആവാം, ഫ്രീയും ആവാം. ഫ്യൂസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒറ്റ കപ്പ് പോലെ ഉണ്ടാകും. ഫ്രീ എന്ന് പറഞ്ഞാൽ ഓരോരോ കാലിക്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ കാലിക്സിൽ സെപ്പൽസ് ഫ്യൂസ്ഡ് ആണെങ്കിൽ, സെപ്പൽസ് ആണല്ലോ സിംഗിൾ യൂണിറ്റ്, സെപ്പൽ ഫ്യൂസ്ഡ് ആണെങ്കിൽ ഗാമോ സെപ്പാലസ്. സെപ്പൽസ് ഫ്രീ ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പോളി സെപ്പാലസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതേ സംഭവം തന്നെ പെറ്റൽസ് ഫ്യൂസ്ഡ് ആണെങ്കിൽ ഗാമോ പെറ്റാലസ്, പെറ്റൽസ് ഫ്രീ ആണെങ്കിൽ പോളി പെറ്റാലസ്. ഓക്കെ, അപ്പോൾ പെറ്റൽസ് ഫ്യൂസ്ഡ് ആണെങ്കിൽ പോളി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, ഫ്രീ ആയിട്ടുള്ള പെറ്റലിനാണ് നമ്മൾ പോളി എന്ന് പറയുന്നത്. ഫ്രീ ആയിട്ടുള്ള പെറ്റലിനാണ് പോളി എന്ന് പറയുന്നത്. കാരണം പോളി എന്ന് പറഞ്ഞാൽ മെനി എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ പെറ്റൽ ഫ്രീ ആവുകയാണെങ്കിലേ കുറേ പെറ്റലുള്ള പോലെ തോന്നുള്ളൂ നമുക്ക്. അല്ല, പെറ്റലിപ്പോൾ ഒരെണ്ണേ ഉള്ളൂ, പെറ്റൽ ഒരെണ്ണം നിറയെ ഉണ്ട്, പക്ഷേ ഫ്യൂസ്ഡ് ആണെങ്കിൽ നമുക്കത് സിംഗിളായിട്ടാണ് തോന്നുക. സോ ഫ്യൂസ്ഡ് ആണ് പെറ്റലെങ്കിൽ ഗാമോ പെറ്റാലസ്, ഫ്രീ ആണ് പെറ്റലെങ്കിൽ പോളി പെറ്റാലസ്. ഇനി ഫ്യൂസ്ഡ് ആണ് സെപ്പലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ഗാമോ സെപ്പാലസ്. ഫ്യൂസ്ഡ് അല്ല, ഫ്രീ ആണ് സെപ്പലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, പോളി സെപ്പാലസ്. അപ്പോൾ പാർട്സ് ഓഫ് ഫ്ലവർ ഇതാണ്. ഇതിൻ്റെ ഈ 4 ടേം, ഗാമോ പോളിയാണ്, ഗാമോ ഫ്യൂസ്ഡ്, പോളി ഫ്രീ. അത് സെപ്പലും പെറ്റലാകുമ്പോൾ ആ പേര് അതിൻ്റെ കൂടെ ചേർക്കുക. അത്രയേ ഉള്ളൂ 4 ടേംസ്. ദെൻ അടുത്തൊരു ടേമാണ് ഈസ്റ്റിവേഷൻ. Estivation is a mode of arrangement of petals or sepals. Mode of arrangement of sepals or petals. Mode of arrangement of petals or sepals in floral bud with respect to the other members of the same whorl is known as estivation. ഇത്ര സെൻറ്റൻസ് വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിലും ഒന്നുമില്ല. ഈ ഫ്ലോറൽ ബഡിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഫ്ലോറൽ ബഡായിരിക്കുന്ന സമയത്ത് നമുക്ക് ഈസ്റ്റിവേഷൻ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് വിരിഞ്ഞു പോയി, അതുകൊണ്ട് നമുക്ക് ഈസ്റ്റിവേഷൻ കാണാൻ പറ്റില്ല. എന്താണെന്നറിയോ, മറ്റുള്ള ഓരോ അപ്പൻഡേജസ് ഉണ്ടല്ലോ ഫ്ലവറിൻ്റെ, അതായത് കാലിക്സ്, കൊറോള. അപ്പോൾ ഇവിടെ നമുക്ക് കാലിക്സും കൊറോളയും നോക്കാം. ഈ കാലിക്സും കൊറോള അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരെണ്ണത്തിന് റെസ്പെക്റ്റ് ടു അതർ എന്ന് പറഞ്ഞാൽ ഒരെണ്ണമായിട്ട് ഇത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഒന്നിന് മുകളിലാണോ, ഒന്നിൻ്റെ സൈഡിലോട്ട് പെനിട്രേറ്റ് ചെയ്തിട്ടാണോ, ഒന്നിൻ്റെ ഫ്രീ ആണോ, അങ്ങനെ ഒന്നൊന്ന് ടച്ച് ചെയ്യുന്നില്ലേ, അതാണ് ഈ ഈസ്റ്റിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്, അറേഞ്ച്മെൻറ്റ് ഓഫ് പെറ്റൽസ് ഓർ സെപ്പൽസ് ഇൻ ഫ്ലോറൽ ബഡിലാണ് ഈസ്റ്റിവേഷൻ കാണുമെന്ന് പറഞ്ഞു. സോ നമുക്ക് ഫ്ലോറൽ ബഡ് എന്നേ പറയാൻ പറ്റുള്ളൂ, വിരിഞ്ഞു കഴിഞ്ഞാൽ കാണില്ല. ഫ്ലോറൽ ബഡ് വിത്ത് റെസ്പെക്ട് ടു ദ അതർ മെമ്പേഴ്സ് ഓഫ് ദി സെയിം വേൾ. അതായത് സെയിം വേൾ എന്ന് പറയുന്നത് ഇതൊറ്റ ചുറ്റല്ലേ, ഇതിൽ മറ്റുള്ള മെമ്പേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഓരോ മെമ്പറും ഓരോന്നും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഫ്ലവറിലപ്പോൾ നമ്മൾ ഈസ്റ്റിവേഷൻ എന്താണെന്നുള്ളത് ക്ലിയർ അല്ലേ, ഇതാണ് ടേം. ഇനി ഇതെങ്ങനെയൊക്കെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം, അതാണ് നമ്മൾ നോക്കുന്നത്. അത് 4 ടൈപ്പാണുള്ളത്. വോൾവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ്, വെക്സിലറി. വോൾവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ്, വെക്സിലറി. അപ്പോൾ എങ്ങനെയാണ് വോൾവേറ്റ് അറേഞ്ച്മെൻറ്റ് എന്നറിയോ, ഇപ്പോൾ ഈ ഫ്ലവറിനെ നമ്മൾ ബഡായിരിക്കുന്ന സ്റ്റേജ് ഇമാജിൻ ചെയ്യാം. ഇത് നോക്കിക്കോ, ഇത് ബഡാണെന്ന് വിചാരിക്കുക. ഈ ഒരു പെറ്റൽ അടുത്ത പെറ്റലിനെ ഓവർലാപ്പ് ചെയ്യാതെ, അതായത് ഇപ്പോൾ ഈ ഒരു പെറ്റൽ ഇതിൻ്റെ മുകളിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ കേസിലുള്ളത്, ഏത് ഹിബിസ്കസിൻ്റെ കേസിലുള്ളത്. ഒന്നിൻ്റെ മുകളിൽ ഓവർലാപ്പ് ചെയ്തിട്ടില്ല, ഇതവിടെ നോക്കുക കേട്ടോ. പക്ഷെ അങ്ങനെ ഓവർലാപ്പ് ചെയ്യാതെ എവിടെ ഓവർലാപ്പ് ചെയ്യാത്ത ടൈപ്പാണ് എന്ത്, വോൾവേറ്റ് ഈസ്റ്റിവേഷൻ. ഓക്കെ, അപ്പോൾ എങ്ങനെ വോൾവേറ്റ് ഈസ്റ്റിവേഷൻ വരക്കുക, ജസ്റ്റ് ഒരു റൗണ്ട് വരച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു ഡെമോ ആയിട്ടുള്ള ഒരു ഫ്ലവറൊന്നും വരയ്ക്കണ്ട, നമ്മൾ ആ ഡെമോ മാത്രം കാണിച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ 4 പെറ്റലുള്ള ഒരു ഫ്ലവറാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇവിടെ 5-6 പെറ്റലുണ്ടാവും, ഇവിടെ ഒന്നിനെ ടച്ച് ചെയ്തിട്ടില്ല. ഇങ്ങനെയാണ് ഈസ്റ്റിവേഷൻ വരക്കുന്നത്. ഇത് വോൾവേറ്റ് ഈസ്റ്റിവേഷൻ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തുള്ളത് ചിലപ്പോൾ 5 പെറ്റലുള്ളതായിരിക്കും ഉണ്ടാവുക. പക്ഷേ അപ്പോൾ വോൾവേറ്റ് ഈസ്റ്റിവേഷൻ നമ്മൾ നോക്കി. അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് കാലോട്രോപ്പിസ് ആണ്. കാലോട്രോപ്പിസ് എന്ന് പറയുമ്പോൾ എരിക്കിൻ്റെ പ്ലാന്റ് പലരും കണ്ടിട്ടുണ്ടാവും, പക്ഷേ അത് എരിക്കാണെന്ന് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും. അതിൻ്റെ ഫ്ലവർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ലൈക്ക് ഓഫ് ഈസ്റ്റിവേഷൻ. ഇനി
അടുത്ത ഈസ്റ്റിവേഷനാണ് ട്വിസ്റ്റഡ്. ആ പേരിൽ തന്നെ ഉണ്ട്, അതായത് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഈസ്റ്റിവേഷൻ. നമ്മൾ ഹിബിസ്കസിൽ കാണുന്ന ഈസ്റ്റിവേഷനാണ് അത്. അപ്പം അതിൻ്റെ ഈസ്റ്റിവേഷൻ നോക്കാം നമുക്ക്. അതുപോലെ ലേഡീസ് ഫിംഗർ, വെണ്ടയ്ക്കയിലൊക്കെ കാണുന്ന ഈസ്റ്റിവേഷനാണ്. വെണ്ടയ്ക്കേൻ്റെ ഫ്ലവറും ഈ ഹിബിസ്കസിൻ്റെ ഫ്ലവറും ഏകദേശം ഒരുപോലെയാണ്, കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ കാണുന്ന ഈസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ പെറ്റൽസും അല്ലെങ്കിൽ ഓരോ സെപ്പലും ഏതാണ് നമ്മളിവിടെ വരയ്ക്കുന്നത് അത് ഒരു സൈഡ് പുറത്തോട്ടും ഒരു സൈഡ് അകത്തോട്ടും, അങ്ങനെ എല്ലാം. ഇവിടെ ഇപ്പോൾ ഞാൻ 5 എണ്ണം വരച്ചിട്ടുണ്ട്. 1 2 3 4 5. ഈ 5ൻ്റെയും ഒരു സൈഡ് ഉള്ളിലോട്ടും ഒരു സൈഡ് പുറത്തോട്ടും, ഒരു സൈഡ് ഉള്ളിലോട്ട് ഒരു സൈഡ് പുറത്തോട്ട്. ഈ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റിനാണ് ഏത് ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത്? ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നതാണ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ. ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷനിൽ എങ്ങനെയാണ്? 2 പെറ്റൽ കംപ്ലീറ്റ്ലി ഇന്നായിട്ട് വരയ്ക്കുക. ഇതൊരെണ്ണം ഇത് രണ്ടും കംപ്ലീറ്റ്ലി ഔട്ടായിട്ട് വരയ്ക്കുക. ഇത് ഇൻ ആൻഡ് ഔട്ട്. ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഓഫ് ഈസ്റ്റിവേഷനാണ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ. ഇനി ഇത് കാണുന്നത് കാഷ്യ ഗുൽമോഹർ എന്ന് പറയുന്ന പ്ലാന്റ്സിലാണ്. ദെൻ അടുത്ത ഈസ്റ്റിവേഷനാണ് വെക്സിലറി ഈസ്റ്റിവേഷൻ വെക്സിലറി ഈസ്റ്റിവേഷൻ. ഇറ്റ് ഈസ് സീൻ ഇൻ പാപ്പിലിയോണേസിയ ഫാമിലി. എക്സാമ്പിൾ പീ പ്ലാന്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഒരു 3 ടൈപ്സ് ഓഫ് പെറ്റൽസ് ആണുള്ളത്. ഏറ്റവും ഔട്ടറിലായിട്ട് ഏറ്റവും മുകളിലായിട്ടുള്ള ഒരു ലാർജ് പെറ്റലാണ് സ്റ്റാൻഡേർഡ് പെറ്റൽ. പിന്നെ 2 സൈഡിലും ഇങ്ങനെ ചിറക് പോലെ നിൽക്കുന്നതുകൊണ്ട് ദാറ്റ് ഈസ് കോൾഡ് വിങ് പെറ്റൽ. ദെൻ ഏറ്റവും താഴെ കാല് നോക്കുക, താഴെ കാണുന്ന പെറ്റലാണ് കീൽ പെറ്റൽ, സ്റ്റാൻഡേർഡ് പെറ്റൽ, വിങ് പെറ്റൽ, കീൽ പെറ്റൽ. അപ്പോൾ ഇത്രയാണ് വോൾവേറ്റ് ആൻഡ് ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ്, വെക്സിലറി ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ വളരെ സിമ്പിളാണ്. എക്സാമ്പിൾ പഠിക്കുക. മാത്സ് ഫോളോയിങ് ആയിട്ടും അല്ലാതായിട്ടും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഇത്.